Hi all, welcome to Ari's Adventures. This is my second one. Nothing much, just a day in my life. ഇന്ന് എനിക്കൊരു ഓഫ് ഡേ ആണ്. ഞാൻ ഫ്രീ ആണ്. കോളേജ് ഉണ്ട്, പക്ഷെ ഇന്നില്ല. സോ ഇന്ന് ഇവിടെ മൺഡേ 5th എല്ലാവർക്കും ക്ലാസ് തുടങ്ങി. ലൈക്ക് എവ്രി വൺ ഇസ് ബാക്ക് ടു സ്കൂൾ. എനിക്ക് ഈ ടേമിൽ അങ്ങനെ അധികം ഓഫ്ലൈൻ ക്ലാസ്സസ് ഇല്ല. ഇറ്റ്സ് മോസ്റ്റ്ലി ലാബ്സ് ആൻഡ് ഓൾ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എപ്പോഴൊന്നും ക്ലാസ് ഇല്ല. ബട്ട് സ്റ്റിൽ ഐ ഹാവ് ടു ഗോ ടുഡേ. ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. ചിലപ്പോഴേ പോകുള്ളൂ ബിക്കോസ് ഐ ഹാവ് എ ലോട്ട് ഓഫ് തിങ്സ് ടുഡേ. ഈ കഴിഞ്ഞ ആഴ്ചയൊക്കെ ക്രിസ്മസ്, ന്യൂ ഇയർ അതിൻ്റെ ഓഫൊക്കെ ആയിട്ട് ബാങ്കും മറ്റെല്ലാം ക്ലോസ്ഡ് ആയിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് പറ്റുമെങ്കിൽ ഒന്ന് ബാങ്കിൽ പോയി ഒന്ന് ക്ലിനിക്കിൽ പോകണം. ഞാൻ കഴിഞ്ഞപ്പോൾ ഒന്ന് പഠിച്ചതിൽ വീണായിരുന്നു. അപ്പോൾ അതിനി ഫിറ്റ് വർക്ക് എടുക്കണം. അങ്ങനെ കുറച്ച് ചില്ലറ തലവേദന പരിപാടികളൊക്കെ ഉണ്ട്. ഞാനോർത്ത് എന്തായാലും ഞാൻ പോകുന്നു, നിങ്ങളെയും കൂടെ കൂട്ടാമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, മഞ്ഞൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഇത്തിരി ഇന്നൊന്നും സ്നോഫാൾ ഇല്ല, പക്ഷെ ഇന്നലെയും മെഞ്ഞാന്നും ഒക്കെ സ്നോഫാൾ ഉണ്ടായതിൻ്റെ പ്രതിഫലമായി റോഡ് മുഴുവനും മനസ്സിലായി. അപ്പോൾ നമുക്കിങ്ങനെ തെന്നി വീണ് പോകാം. അപ്പോൾ ഞാൻ എഴുന്നേറ്റതേ ഉള്ളൂ. ഞാൻ ഓർത്തു ലെറ്റ്സ് സ്റ്റാർട്ട് ഫ്രം ദ ബെഡ് എന്ന്. നമുക്ക് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് റെഡിയായി ഇറങ്ങാം. അതാണ് വാട്ട്സ് മെയിൻലി ദാറ്റ്സ് ഗോണ ഹാപ്പൻ നെക്സ്റ്റ്. അല്ലെങ്കിൽ വാദം വലവിലാന്ന് സംസാരിക്കുന്നു. എന്ത് പറയണമെന്ന് അറിയാൻ പാടില്ല. ഒരു 2 weeks ആയിട്ട് എനിക്ക് ക്ലാസ് ഇല്ല. ഇവിടെ വിന്റർ ബ്രേക്ക് ആണ്. സോ വിന്റർ ബ്രേക്ക് കഴിഞ്ഞ് മൺഡേ 5th ആയി. എല്ലാവരും തിരിച്ച് കയറി ക്ലാസ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇതുവരെ എല്ലാവർക്കും ഫുൾ ടൈം വർക്ക് ചെയ്യായിരുന്നു ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് ഫോർ ദിസ് 2 weeks. അപ്പം ഇപ്പം അതൊക്കെ തീർന്നു. ഇനി ബാക്ക് ടു 24 ആണ്. ഇതിപ്പോൾ സ്കിൻ ഓയിലി ആണോ എന്ന് ചോദിച്ചാൽ അതുമല്ല, ഡ്രൈ ആണോ എന്ന് ചോദിച്ചാൽ അതുമല്ലാത്തതാണ്. എന്നാൽ ഇതിൻ്റെയൊക്കെ പ്രോബ്ലംസ് കറക്റ്റ് ആയിട്ട് എനിക്ക് വരാറുള്ളൂ. ഇപ്പൊ ഒരു മൂക്കൂടെ കുത്തിയാലും നമ്മളല്ലേ വീട്ടിൽ കയറ്റത്തില്ല. ഇനി തിരിച്ച് നാട്ടിൽ പെട്ടിയാട്ടി എന്നെ ഗേറ്റിന്റെ ഫ്രണ്ടിൽ നിൽക്കാം. റെഡിയാണോ? അവിടെ തന്നെ നോക്കാം. എന്റെ ഡൗട്ട് അതല്ല, നമ്മൾ ആദ്യം ഹോസ്പിറ്റലിൽ പോകണം അതോ ബാങ്കിൽ? ഇതുവരെ എന്റെ ശമ്പളം എനിക്കില്ല. നമുക്ക് പോയി ഗ്രോസറി, പച്ചക്കറി, സം ഹെൽത്തി സ്റ്റഫ്സ് ഒക്കെ വാങ്ങിത്തരാം. വിധിച്ചിട്ടില്ല. ഇന്നാണ് വീഴേണ്ടത്. പിന്നെ വീഴേണ്ട ദിവസങ്ങളിൽ അത് വീഴാറില്ല. നശിപ്പിച്ച് നമുക്ക് വലിയ പരിചയമുള്ള പരിപാടിയല്ലേ. പിന്നെ പെണ്ണായി പോയില്ലേ, പിന്നെ എല്ലാരും ചെയ്യുന്നു. അതുകൊണ്ട് പിന്നെ ഒരു 2-3 വർഷം ബാംഗ്ലൂരും ആണായിട്ടാണ് നടന്നത്. ടീഷർട്ട് മുടി തിരിഞ്ഞു പോലും നോക്കാത്ത സ്കിന്ന്. ഇപ്പോഴും തിരിഞ്ഞു നോക്കുന്നൊന്നുമില്ല. എന്നാലും ഞങ്ങൾക്ക് ഉമ്മായെങ്കിലും മാറിപ്പോയിട്ടുണ്ട്. ഞാൻ ഈ പരിപാടിയൊക്കെ ഇവിടെ വന്നിട്ടാണ് പഠിച്ചത്. എനിക്ക് നാട്ടിൽ വെച്ച് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല. നാട്ടിൽ വെച്ച് സ്കിൻ കെയർ ഒക്കെ ചെയ്യായിരുന്നു. ഒരു 7th, 8th, 9th ഒക്കെ. അത് കഴിഞ്ഞ് ഇനി പരിപാടിക്ക് ഞാൻ പോയിട്ടില്ല. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ലിപ്സ്റ്റിക് ഇടാതെ പുറത്തിറങ്ങുന്ന മനുഷ്യരില്ല. ആദ്യമൊക്കെ അതെനിക്കൊരു പ്രശ്നമല്ലായിരുന്നു. പക്ഷെ ഈ കോളേജിലെ ഫോട്ടോ എടുക്കുന്നതിനൊക്കെ നോക്കിയപ്പോൾ നമ്മൾ മാത്രം വിളറിയിരിക്കുന്നു. അവരൊക്കെ ഇങ്ങനെ എന്താ പറയുക, ലൈക്ക് അവരൊക്കെ ബ്രൈറ്റ് ആണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് സ്കിൻ കെയറും പിന്നെ അതുപോലെ ഈ പരിപാടികളൊക്കെ ഇറ്റ്സ് ആക്ച്വലി നീഡഡ്. പിന്നെ എനിക്കാണെങ്കിൽ എൻ്റെ അപ്പർ ലിപ്സ് ഭയങ്കര ഡാർക്കാണ്. അപ്പം അതുകൊണ്ട് ലിപ്സ്റ്റിക് ഹെൽപ്സ്. ഇതെല്ലാം ഓക്കെയാണ്. എനിക്ക് ഏറ്റവും അറിയാത്ത പരിപാടി, ഒരു കണ്ണ് ഉഗാണ്ടയിലും ഒരു കണ്ണ് അന്റാർട്ടിക്കയിലും വെക്കും ചെയ്തു വരുമ്പോൾ. പണ്ട് കോളേജിൽ എന്തെങ്കിലും ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഒരു സീനിയർ ഉണ്ട്, നല്ല ചേച്ചി. ഞാൻ ചേച്ചിയുടെ അടുത്തേക്ക് അവിടെ ചെല്ലുന്നു. ചേച്ചി നല്ല അടിപൊളിയായിട്ട് കണ്ണിടും, ലൈക്ക് ഐലൈനർ ഇടും. അവിടുന്ന് പഠിച്ചിട്ട് ഇറങ്ങണം എന്നാണ് വിചാരിച്ചത്. അത് ദൈവികമായ കഴിവാണ്. കണ്ട ആപ്പോ കിട്ടും. യെസ്. ആദ്യത്തെ ഡൗട്ട് തന്നെ ഇവിടെ മേളിലിടാൻ ഉദ്ദേശിച്ചത്. എൻ്റെ മെയിൻ പ്രശ്നം എൻ്റെ കണ്ണ് തൊട്ടപ്പ വരയ്ക്കാൻ തുടങ്ങും.
ആ വിറവൽ വഴി മാഗി നൂഡിൽസ് പോലെ ഇരിക്കും ഐലൈനർ ഇട്ട് കഴിയുമ്പോൾ. ആ കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നേ. എത്ര കൊല്ലമായിരുന്നു അത് ചെയ്യാൻ തുടങ്ങിയിട്ട്? ഇറ്റ്സ് ബീൻ ഐ തിങ്ക് ഞാൻ 5-ലോ എന്തോ പഠിക്കുമ്പോൾ സ്വന്തമായിട്ട് ഐലൈനർ ഇടാൻ ശ്രമിക്കുന്നതാണ്. ഇതുവരെ നന്നായില്ല, ഏതാണ്ട് ഇനി ഇതുമായിട്ട് പണിതാ നാശിച്ചു പോകും. അതുകൊണ്ട് നമ്മൾ ഇവിടെ വെച്ച് നിർത്തുന്നു. നന്ദി. ഇനി എനിക്ക് ഇതുമേലൊന്നും ചെയ്യാനില്ല, ഇതിനപ്പുറം മെനെ ആവൂല, എന്റെ ഇട്ട് കാര്യമില്ല. വേണേ നമുക്ക് ഇത്തിരി മസ്കാര ഇടാം. എന്റെ പുതിയ മസ്കാര ആരോ അടിച്ചോണ്ടോ ഞാൻ അവിടെ കൊണ്ട് വെക്കുവോ എന്തോ ചെയ്തു. എനിവേസ് അതെന്തേലും ഇല്ല. അതൊരു മെയ്ബിളിന്റെ മസ്കാര ആയിരുന്നു. ഇത് നാട്ടിൽ നിന്നുള്ള നിങ്ങൾക്ക് ക്വിക്കായിട്ട് തോന്നിയില്ലെങ്കിലും എനിക്ക് ക്വിക്കായിട്ട് തോന്നി, കാരണം ഞാൻ ക്വിക്കായി ഒന്നും ചെയ്യാറില്ല. ഇനി എനിവേസ് വി ആർ ഗോണ വെയർ എ ലോട്ട് ഓഫ് വിന്റർ ഗിയർ. ലൈക്ക് സ്നോ പാൻറ് ഇടേണ്ട ആവശ്യം വരത്തില്ലായിരിക്കും ഒന്ന്. സോ ജാക്കറ്റ് ഉണ്ട്. Maybe a shawl. I'm gonna wear 3 layers of clothes because it's so cold in here. അപ്പം ഒരു 3 ലെയർ ക്ലോത്ത്സ് ഉണ്ടാവും. ലൈക്ക് തേർമൽസ്, അതിൻ്റെ മേളിൽ ഒരു പാൻസ് ഉണ്ട്, ഹുഡി, പിന്നെ അതിൻ്റെ പുറത്ത് ജീൻസും വിൻ്റർ ജാക്കറ്റും, പിന്നെ കാതിൽ എന്തെങ്കിലും വെക്കണം. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് നമുക്ക് സീ ഐ കൻ ഷോ യു വാട്ട് ഐ ആം ഗോണ വെയർ. എന്താണെങ്കിലും എന്തിട്ടും കാര്യമില്ല. വിന്ററിന് യു ആർ ഗോണ ലുക്ക് ദ സെയിം ഫോർ ദ ഹോൾ വിന്റർ ബിക്കോസ് യു ആർ വെയറിംഗ് എ വിന്റർ ജാക്കറ്റ്. എനിക്കെന്റെ കിട്ടിയോണ്ട് 2 വിന്റർ ജാക്കറ്റ് വാങ്ങി തന്നിട്ടുണ്ട്, ആൻഡ് ഒരെണ്ണം അപ്പൻ നാട്ടിൽ നിന്ന് തന്നിട്ടുണ്ട്. സോ ഐ ഹാവ് 3 വിന്റർ ജാക്കറ്റ്സ്, ബട്ട് ഐ ഓൾവേസ് സ്റ്റിക്ക് ഓൺ ടു 1. ഐ പ്രിഫർ ദാറ്റ്. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്. കാണാം വിത്ത് 10 minutes. യാ ഷുവർ. അപ്പോൾ തുണി മണിയൊക്കെ ഇട്ട് ഐ എം ബാക്ക്. മുടി ഇത്തിരി ബ്ലോ ഡ്രൈ ചെയ്ത് നിർത്തണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഓർത്ത് ഈ ജാക്കറ്റിൻ്റെ അതിനെ ആരെയാണ്. ഓക്കെ, സോ ഇതാണ് ഔട്ട്ഫിറ്റ്. ലൈക്ക് യു കാൺ സീ ഇത് ഗ്യാപ്പിൻ്റെ ഒരു ജീൻസും. ഐ തിങ്ക് ടോപ്പ് വാസ് ഫ്രം അർദീൻ ഐ ഗെസ്. സോ അപ്പോൾ നമ്മൾ റെഡിയായി. ഇനി ബാങ്കിൽ പോകണം, അതുകൊണ്ട് കാർഡ് എടുക്കണം. പേഴ്സ്, ID കാർഡ്, സാനിറ്റൈസർ, നന്നായിട്ട് വെള്ളം കുടിക്കണം. മേ ബി ഐ ടേക്ക് ദ ബോട്ടിൽ വിത്ത് മീ. എനിക്കിതൊന്നും വാരിത്തൂരി കൊണ്ടുനടക്കുന്ന ഇഷ്ടമല്ല. ഐ പ്രിഫർ ടു ഹാവ് ഫ്രീ ഹാൻഡ്സ്. പ്രത്യേകിച്ച് വിന്ററിൽ, യുനോ ഇൻ വിന്റർ ഇറ്റ്സ് മോർ അബൌട്ട് കംഫോർട്ട് rather than fashion. I don't know, there are people who dress well in winters. Like I have seen plenty of people wearing sexy dresses when they go out. But I was like, bro, how can you do that? Like it's about -30 outside. You're freezing to hell even after wearing 3 layers of clothes. I'm seeing naked women around there with just randomly roaming around with men, and I was like, bro, how can you do that? Like, wow, I'm impressed. ഇപ്പോൾ നമ്മളൊരു 2 ലെയർ ഇട്ടിട്ടുണ്ട്, പാൻസ് 3 ലെയർ ഇട്ടിട്ടുണ്ട്. നമുക്കൊന്ന് wear my jacket. അപ്പോൾ മേളിൽ 3, താഴെ 3. പറയുമ്പോൾ എന്ത് സുഖം, നടക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ലെറ്റ്സ് ഗോ. ഓക്കെ, ഞാൻ ഇത് എടുക്കട്ടെ. ഇനിയിപ്പോൾ ലൈറ്റും കൊണ്ട് നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. ഓക്കെ, there we go. ഇപ്പോൾ ഇറങ്ങുന്നത് ഇങ്ങനെയാണ്. ലൈക്ക് അപ്പോൾ ഈ വാതിലൊക്കെ പിടിച്ചിരിക്കും. ഞാൻ കാണിച്ചു തരാം പുറത്ത് എങ്ങനെയാണുള്ളത്. ഇതൊക്കെ കഴിഞ്ഞ ദിവസം പെയ്ത മഞ്ഞ് ആണ്. ലൈക്ക് അവര് വാക്ക് വേയും റോഡും ക്ലിയർ ചെയ്യുമ്പോൾ they just dump it to the sides. ഇതാണ് നമ്മുടെ ബസ് സ്റ്റോപ്പ്. സോ we are using a transit today. 5 മിനിറ്റിൽ ലൈക്ക് 5 minutes ഒരു ഏതാണ് വണ്ടി, ലൈക്ക് ഐ തിങ്ക് 120X ഗവൺമെന്റ് സെന്റർ വണ്ടിയുണ്ട്. അതിന് കയറി നമ്മൾ ഒരിടത്ത് നിന്ന് ഇറങ്ങുന്നു. പിന്നെ അവിടെ നിന്ന് ഒരു 130 meter വാക്ക് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ബസ് പിടിക്കുന്നു. എന്നിട്ട് നമ്മൾ അവിടെ എത്തും. സോ വി ആർ ഗോയിങ് ടു ദ ക്ലിനിക് ഫസ്റ്റ്, കാരണം അത് ഇത്തിരി ദൂരമുണ്ട്. പക്ഷേ ബാങ്ക് നമുക്ക് അടുത്താണ്, സിറ്റി സെൻറ്ററിൽ തന്നെയാണ്. സോ ഇറ്റ്സ് മച്ച് ഈസിയർ ഫോർ മീ ടു ഗോ ദേർ. ഈ ചില സിറ്റുവേഷൻസിൽ നമ്മൾ പറയത്തില്ലേ വായിന്ന് പുക പോയിന്നൊക്കെ, ആ അവസ്ഥയതേ. ശ്വാസം വലിക്കുമ്പോഴൊക്കെ സിഗരറ്റ് വലിക്കുന്ന പോലെ വായി പുക പുറത്തേക്ക് വന്നിട്ട്. ഇറ്റ്സ് ഫാസിനേറ്റിംഗ്. ബട്ട്
weird at the same time. ഇപ്പം എന്ത് പറ്റിയെന്ന് പറയട്ടെ, ബിക്കോസ് ദ പേഴ്സൺ യു ആർ വാച്ചിങ് ഇസ് എ ഡം. അതുകൊണ്ട് അങ്ങോട്ട് പോകേണ്ടതിന് പകരം ഇങ്ങോട്ടുള്ള ബസ് കയറി. ലൈക്ക് I was so pretty damn sure that I'm supposed to get that same bus, and I literally didn't even check the navigation. I just walked off. I stand there and I am seeing that the Google map shows that the bus is actually departing, and I couldn't see anything in front of me because it was on the other side. And I got the bus which was on the opposite way, and when I check the Google map, I can see that I'm walking away from the, like, moving away from the destination. And that's when I understood that I'm a dumb and I took the wrong bus. So I got down at the next stop and it says now you have to walk because there is no other bus coming soon. No Winter Diaries. I was pretty well trying not to spend much money today, but well, it didn't work. So we are going to get a cab and we are heading to the clinic, and from there we can catch a bus, hopefully go to the city center. Hopefully the bank will be still open, I assume, because it's supposed to close by 4. Yeah, well, we'll see what's going to happen next. It's actually so adventurous today. I didn't expect myself to be hanging around a random bus stop without knowing what to do. Wow. ഇത് നമ്മുടെ മെയിൻ ടൗൺ ആണ്. ലൈക്ക് എല്ലാ പാർട്ടി നൈറ്റ് ലൈഫൊക്കെ കൂടുതലുണ്ട്. അപ്പോൾ നമ്മളെത്തി, നമ്മൾ ഉള്ളിലേക്ക് പോവാണ്. എനിക്കൊരു ഫിറ്റ് വർക്ക് മാത്രം എടുത്താൽ മതി. അപ്പോൾ ജസ്റ്റ് ഡോക്ടറിനെ കൊണ്ട് പുള്ളിയെ കൊണ്ടൊന്ന് പറയിക്കണം ഐ എം ഗുഡ് ടു വർക്ക് ആൻഡ് ഹീസ് ഗോണ ഗിവ് മീ എ പേപ്പർ. I'm gonna submit it to my workplace. അതാണ് സംഭവം. ഇവിടെ എത്തിയിട്ട് 2 hours and 15 minutes ആയി. ലൈക്ക് ലിറ്ററലി ഐ വാസ് വെയിറ്റിംഗ് ഫോർ 2 hours. 2 മണിക്കൂർ കഴിഞ്ഞു. ഒന്നും വേണ്ട, എനിക്ക് ഡയഗ്നോസ് ഒന്നും ചെയ്യേണ്ട, എനിക്ക് വേറെ കാര്യങ്ങളൊന്നുമില്ല, എനിക്ക് ട്രീറ്റ്മെൻ്റ് ഒന്നും വേണ്ട. ഓൾ ഐ നീഡ് ഇസ് ജസ്റ്റ് എ ഫിറ്റ് ടു വർക്ക് സർട്ടിഫിക്കറ്റ് സോ ദാറ്റ് ഐ ക്യാൻ ഗെറ്റ് ബാക്ക് ടു വർക്ക്. എന്നെ ഇവിടെ ഇരുത്തി ഇമാജിൻ ഐ ഹാഡ് ആൻ അപ്പോയിൻമെൻറ്റ്. Like people who came in for the walk-ins, അവരെയൊക്കെ നേരത്തെ കയറ്റി വിട്ടു. ഐ എം സ്റ്റിൽ ദെയർ. ഐ ഹാഡ് അപ്പോയിൻമെൻറ്റ് അറ്റ് 12:45. എന്നിട്ട് മണി ഇപ്പോൾ കറക്റ്റ് പറഞ്ഞാൽ 2:30 സംതിങ് ആയി. ഓക്കെയോ സിറ്റി സെൻറ്റർ എത്തി. നമ്മളതേ ബാങ്കിലെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നൈസായിട്ട് ഡോളറാമയിൽ കയറി. കാരണം ഞാൻ ഭയങ്കര എക്സോസ്റ്റഡ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു ഫോർ മീ ഷോപ്പിംഗ് ഇസ് എ തെറാപ്പി. ഷോപ്പിംഗ് ഇൻ ദ സെൻസ് ഞാൻ ഒന്ന് വാങ്ങണം എന്ന് നിർബന്ധമില്ല, ബട്ട് ലൈക്ക് റാൻഡംലി ഗോയിങ് ത്രൂ ദ aisles ആൻഡ് സീയിങ് എവറിത്തിങ്, ചെക്കിങ് ദ പ്രൈസസ് ഇറ്റ് സെൽഫ് വിൽ മേക്ക് മീ ഹാപ്പി. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഡോളറാമയിൽ കയറി അരി എടുത്തു. മേ ബി ഐ വിൽ ടേക്ക് സം മോർ തിങ്സ് ആൻഡ് വി ആർ ഹെഡിങ് ബാക്ക് ഹോം. നമ്മളെ വിഷൻ ബോർഡിന് വേണ്ടിയിട്ടുള്ള പേപ്പേഴ്സൊക്കെ പ്രിൻ്റ് എടുത്തിട്ട് ഇതുവരെ ഒട്ടിച്ചില്ല. അപ്പോൾ ഐ വാസ് തിങ്കിങ് ടു ബൈ എ ക്യാൻവാസ് ആൻഡ് paste all the vision board pictures on it and hang it up, because but this is $3, which is way expensive than I thought. Maybe we are gonna go check for something that's smaller than this. Not gonna buy in such a financial condition. This looks good. $4 പിന്നെ ഇവിടെ ഇപ്പം മെയിനായിട്ട് ഈസ്റ്ററിൻ്റെയും അതുപോലെ വാലന്റൈൻസ് ഡേയുടെയും സാധനങ്ങളൊക്കെ വന്നു തുടങ്ങി. നമുക്കൊരു എൻ്റെ മോൻ തന്നെ കണ്ടോണ്ടിരുന്നിട്ട് എന്താ ഗുണം. ലൈക്ക് ലെറ്റ്സ് ഗോ.
നമുക്കിങ്ങനെ കറങ്ങി വന്ന സമയങ്ങളേതാ വീട്ടിൽ പോയാലോ? ലെറ്റ്സ് ഗോ ഹോം. അങ്ങനെ നമ്മുടെ ഊബർ വന്നു. അപ്പോൾ ആദ്യത്തെ ഊബർ ഞാൻ കട്ട് ചെയ്ത് വിട്ടു, കാരണം ഇറ്റ് വാസ് ലൈക്ക് 8 minutes ഓർ സംതിങ്. ഞാൻ വിചാരിച്ച് നടക്കാമെന്ന്. പക്ഷെ പുറത്തോട്ടിറങ്ങിയപ്പോൾ നല്ല തണുപ്പുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ സാധനങ്ങളും ഉണ്ട്. സോ ഐ ന്യൂ ദാറ്റ് ഐ ആം ഗോണ ഫ്രീസ്. അതുകൊണ്ട് വേറെ ഒരെണ്ണം ബുക്ക് ചെയ്തു. അപ്പോൾ അതൊരു 3 മിനിറ്റിലെത്തി. ഇപ്പോൾ വീട്ടിലേക്ക് പോവാം. നമ്മളത് വന്നിറങ്ങി, വീടെത്തി. അനൂപ് ഇസ് ഓൾറെഡി ഹിയർ. അവൻ ഷിഫ്റ്റ് കഴിഞ്ഞ് നേരെ സിറ്റി സെൻറ്ററിലേക്ക് വരാമെന്ന് പറഞ്ഞത്. പക്ഷെ ഞാൻ പറഞ്ഞു വേണ്ട, കുഴപ്പമില്ല. പിന്നെ അവിടെ നിന്ന് പാടല്ലേ രണ്ടുപേരും. സോ ഐ ടോൾഡ് ഹിം ടു ഗെറ്റ് ഹോം ആൻഡ് ഐ വിൽ ഗെറ്റ് ഹോം ആസ് early as possible. It's actually so weird to vlog in front of people because they look at us like, what the hell are you doing? വീടെത്തി. ഞാൻ ലിഫ്റ്റിൽ കയറി. അരിയുണ്ട്. എനിക്കൊന്നും നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് നമ്മൾ മിക്കവാറും ഇപ്പം നിർത്തും. ബിക്കോസ് ആക്ച്വലി ദ ഡേ ഈസ് ഓവർ ടു ബി ഫ്രാങ്ക്. എന്നാലും ഐ ജസ്റ്റ് ഷോ ഹിം ആൻഡ് വിൽ സി ബൈ. ഞാൻ ഡേ ഇൻ മൈ ലൈഫ് എടുത്തോണ്ടിരിക്കുകയായിരുന്നു. ഹായ് ഗൈസ്, നമ്മൾ തിരിച്ചെത്തി. ഞാൻ മുഖത്തുണ്ടായിരുന്ന കുട്ടിയൊക്കെ എടുത്ത് കളഞ്ഞു. ഫീലിംഗ് ബെറ്റർ, ഫീലിംഗ് ഫ്രീ. അപ്പോൾ ഇത് വറുത്തരച്ച തിരണ്ടിക്കറി, പിന്നെ ഗോത വിത്ത് സം ഡ്രൈ ഫ്ലവേഴ്സ്. ഇപ്പം ചോറൊക്കെ ആയി, കറി ഇങ്ങനെ തിളയ്ക്കാനും ഇതൊന്നും ആവാനുള്ള വെയിറ്റിങ്ങിലാണ്. ഞാൻ വിചാരിച്ചു നമുക്ക് മൂവി കാണാം. നമുക്ക് ഭക്ഷണം കഴിക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു ഹെക്റ്റിക് ഡേ ആയിരുന്നു. ഹെക്റ്റിക് എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷെ ഞാൻ ഒരുപാട് ടെൻഷൻ അടിച്ചു. കാരണം ബാങ്ക് അടയ്ക്കുന്നതിന് മുമ്പ് ചെല്ലണമായിരുന്നു. ബാങ്കിലെ കാര്യങ്ങളെല്ലാം ഒരു കണക്കിന് തീർത്തു. പ്രൊഡക്റ്റീവ് ഡേ ആയിരുന്നു എന്ന് പറയാം, കാരണം ലേറ്റ് ആയിട്ട് എഴുന്നേറ്റെങ്കിലും വീട്ടിൽ അങ്ങനെ. സോ വി ഹാഡ് ഡിന്നർ, എവറിത്തിങ് വെൽ. കിടക്കാൻ പോവാണ്. നാളെ ഏർലി മോർണിംഗ് ഷിഫ്റ്റ് ഉണ്ട്. സോ മേ ബി ഐ വുഡ് ഹോപ്പ്ഫുള്ളി ഡു എ വീഡിയോ ടുമോറോ. ടേക്ക് എ വീഡിയോ of like going to the shift, and I can't record the children and all, but maybe a few glimpses of whenever I get a break or something. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമുക്ക് നോക്കാം. I'll try my best. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. അത്ര ഭീകരമായ ഒന്നുമല്ല. I'm still learning a lot of new things. So hopefully upcoming videos would be better than this. ഇപ്പോൾ ഉള്ള ഫ്ലോസ് ഒക്കെ നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ that's it. ഇവിടെ ഇപ്പോൾ മണി രാത്രി I think 9 ആയി. അപ്പോൾ ഇന്ന് നേരത്തെ കിടന്നാലേ നാളെ എഴുന്നേറ്റ് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എനിവേസ്, bye. See you all. So it's bye from Arina at Ari's Adventures. See you soon with the next video.